ഹായ് നമസ്കാരം. എല്ലാവർക്കും കോൺട്രാക്ടേഴ്സ് ജേണലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വസ്തു മേടിക്കുമ്പോൾ, ഒരു പ്രോപ്പർട്ടി നമ്മൾ മേടിക്കുമ്പോൾ പ്രാഥമികമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. ഈ രംഗത്ത് ദീർഘകാലത്തെ പരിചയമുള്ള, ആധാരം എഴുതുന്ന മേഖലയിൽ ദീർഘകാലത്തെ പരിചയമുള്ള ഒരു വ്യക്തിയാണ് നമ്മളോട് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ സംസാരിക്കുന്നത്. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹായ്. എൻ്റെ പേര് സുരേഷ്. 1988 മുതൽ 57 മുതൽ ഈ ആധാരം എടുത്ത് കേട്ടിട്ടുണ്ട്. ഓഫീസ് കിളിയല്ലൂരാണ്, കരിക്കോടാണ്. കൊല്ലം ജില്ലയിൽ കരിക്കോട് കിളിയല്ലൂർ, അവിടെയാണ് ആധാരം എഴുതുന്നത്. അപ്പോൾ എൻ്റെ കുറച്ച് സംശയങ്ങൾ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ചോദിച്ച് പറഞ്ഞു പോവാം. എൻ്റെ അറിവിൻ്റെ ഇത് വെച്ചുകൊണ്ട് ലിമിറ്റ് ചെയ്തുകൊണ്ട് പറയാം. ഓക്കെ. ഇപ്പോൾ ഒരു വസ്തു വാങ്ങാൻ പോകുമ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? വസ്തു വാങ്ങാൻ പോകുമ്പോൾ ആദ്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ പോയി വസ്തു കണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് അതിൻ്റെ വിലയും ഒക്കെ സമ്മതിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രമാണത്തിൻ്റെ കോപ്പി, പറ്റുകെട്ടിൻ്റെ കോപ്പി, വീടുണ്ടെങ്കിൽ വീട്ടുകാരടച്ച് രസീത്, മുൻപ്രമാണങ്ങൾ, ബാധ്യ സർട്ടിഫിക്കറ്റ്, 30 വർഷത്തെ ബാധ്യ സർട്ടിഫിക്കറ്റ്. ഞാൻ ചോദിച്ചാൽ മുൻപ്രമാണം എന്ന് പറഞ്ഞാൽ നമ്മൾ 30 വർഷത്തെ ബാധ്യ സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ അതിനകത്ത് ഏതെല്ലാം എൻട്രികൾ കയറി വരുന്നോ ആ മുൻപ്രമാണങ്ങളെല്ലാം സ്വാഭാവികമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം വാങ്ങി ഒരു എഴുത്തുകാരൻ്റെ കൊണ്ട് നേർപ്പിച്ചു കഴിഞ്ഞാൽ അതെല്ലാം പരിശോധിച്ചതിന് ശേഷം പിന്നീട് എന്തെങ്കിലും വേണമെന്നുള്ളത് അതിനെക്കുറിച്ച് പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് എഗ്രിമെൻ്റ് എഴുതി അഡ്വാൻസ് കൊടുക്കുക. അതാണ് അതിൻ്റെ ആദ്യ നടപടി എന്ന് പറയുന്നത്. അതാണ് 30 വർഷത്തെ ബാധ്യതകൾ ഞാൻ എടുക്കുന്നത്. 30 എന്ന് പറഞ്ഞാൽ ചില ബാങ്കുകളിലൊക്കെ 15 വർഷത്തെ ബാധ്യ സർട്ടിഫിക്കറ്റ് എടുക്കുന്നുള്ളൂ. പക്ഷെ ഇപ്പം മിക്ക ബാങ്കുകളിലും 30 വർഷത്തെ ബാധ്യ സർട്ടിഫിക്കറ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എഴുത്തുകാർ തന്നെ 30 വർഷത്തെ ബാധ്യത ആവശ്യപ്പെട്ട് അതിനകത്ത് ഏതെല്ലാം എൻട്രികൾ വരുന്നു ആ പ്രമാണങ്ങളെല്ലാം വാങ്ങാറുണ്ട്. അപ്പം അങ്ങനെയാണ് നടക്കുന്നത്. കോർപ്പറേഷനും പഞ്ചായത്തിലും പ്രമാണ ചെലവ് എങ്ങനെയാണ്? കോർപ്പറേഷനും പഞ്ചായത്തിനും മുമ്പ് വ്യത്യാസം ഉണ്ടായിരുന്നു. പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇപ്പോൾ ഇവിടെ എല്ലാം സ്റ്റാമ്പ് ഡ്യൂട്ടിക്കകത്ത് വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതെല്ലാം ഏകീകരിച്ചിട്ടുണ്ട്. ഏകീകരിച്ചപ്പോൾ പഞ്ചായത്തിലായാലും മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷൻ ആയാലും ഏകീകരിച്ച് 8% സ്റ്റാമ്പ് ഡ്യൂട്ടി, 2% രജിസ്ട്രേഷൻ ഫീസ്, 8% സ്റ്റാമ്പ് ഡ്യൂട്ടി, 2% ഫീസുമാണ്. അതാണ് മുദ്രപത്രം. അല്ല, അത് ഈ വസ്തുവിന്റെ സർക്കാർ നിശ്ചയിച്ച വിലയുടെ, സർക്കാർ, അതായത് നമ്മൾ എത്ര രൂപയ്ക്കാണോ വസ്തു വാങ്ങുന്നത് ആ വസ്തുവിന്റെ വിലയുടെ 8% സ്റ്റാമ്പ് ഡ്യൂട്ടി വരുന്നത്. വസ്തുവിന് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഫെയർ വാല്യൂവിനേക്കാൾ കുറവാണെങ്കിലും ഈ ഫെയർ വാല്യൂ ഇട്ട് എഴുതാൻ പറ്റത്തുള്ളൂ, പ്രമാണം എഴുതണം, കുറവാണെങ്കിലും. പക്ഷെ അല്ലെങ്കിൽ ആ വസ്തുവിന്റെ യഥാർത്ഥ വില 2% രജിസ്ട്രേഷൻ ഫീസ് ആവും. രജിസ്ട്രേഷൻ ഫീസ് പ്ലസ് ആവും. ബാങ്കിൽ ഇരിക്കുന്ന പ്രമാണം എഴുതാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? ബാങ്കിലിരിക്കുന്ന പ്രമാണം എഴുതാൻ പാടില്ല എന്ന് തന്നെ അറിയും. പാടില്ല. കാരണം നമ്മൾ ബാങ്കിൽ പ്ലഡ്ജ് ചെയ്ത് അവിടുന്ന് പൈസ എടുത്തേക്കുകയാണ്. അപ്പം ശരിക്കും ആ വസ്തു ബാങ്കിനെ അവിടെ ബാധ്യതപ്പെടുത്തിയേക്കുക ബാങ്കിൽ. ആ വസ്തു ഒരിക്കലും എഴുതാൻ പാടില്ല. അത് എപ്പോഴെങ്കിലും എഴുതണമെങ്കിൽ അത് ക്ലോസ് ചെയ്ത് പ്രമാണം എടുത്തതിന് ശേഷം മാത്രമേ അത്. എൻ്റെ സ്വാഭാവിക സംശയം, ഇപ്പം നമ്മളെ കയ്യിൽ ബാങ്ക് ലോൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ പൈസ പൂർണ്ണമായി അടയ്ക്കാനില്ല എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ ഈ സ്ഥലം വിറ്റടയ്ക്കാനത് ഉദ്ദേശിക്കുന്നു. അപ്പോൾ ആരെങ്കിലും നമ്മൾ അഡ്വാൻസ് മേടിച്ചു ഇത് ക്ലോസ് ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെ അല്ല, അത് അങ്ങനെ ചെയ്യാമല്ലോ. അപ്പം നമ്മൾ ബാങ്കിലിരിക്കുമല്ലേ, നമ്മൾ പാർട്ടിയെ കണ്ടെത്തുന്നു, വില പറഞ്ഞ് സമ്മതിക്കുന്നു, അവരുടെ കയ്യിൽ നിന്ന് ഈ ബാങ്കിൽ അടയ്ക്കാനുള്ള പൈസ അഡ്വാൻസ് വാങ്ങി ബാങ്കിൽ കൊണ്ട് ചെന്ന് അടച്ചതിന് നമ്മളൊരു എഗ്രിമെന്റ് അതിന് കൊടുക്കും. അത് ഒരു എഗ്രിമെന്റ് എഴുതിക്കൊണ്ട് ചെയ്യും. നോർമൽ എഗ്രിമെന്റ്. അതെ, നോർമൽ എഗ്രിമെന്റ് രജിസ്റ്റർ ചെയ്യണമെന്നാണ് റൂള്. സ്വാഭാവികമായിട്ട് അത് എല്ലാവർക്കും പറ്റുന്നില്ല. പറ്റാത്ത സാഹചര്യത്തിൽ അല്ലാതെ തന്നെ ഇങ്ങനെ എഗ്രിമെന്റ് എഴുതിക്കൊണ്ട് പൈസ വാങ്ങി വിലാതെ എഴുതും. അപ്പോൾ നമ്മൾ അങ്ങനെ ചുമ്മാ ഒരു പാർട്ടിയിൽ നിന്ന് പൈസ മേടിക്കണമെങ്കിൽ ഒരു എഗ്രിമെന്റ് എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ അത് എത്ര രൂപ പത്രം എഴുതേണ്ടി വരും? 200 രൂപ പത്രം. കരാറുകൾക്കെല്ലാം കരാറുകളെല്ലാം 200 രൂപ പത്രം. 200 രൂപ പത്രം. പിന്നെ ഈ വാങ്ങുന്ന വസ്തുവിന് പ്ലോട്ട് വിലയാണ് അളപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ളത്
വാങ്ങുന്ന വസ്തു പ്ലോട്ട് വിലയാണെങ്കിലും സെന്റിനാണെങ്കിലും അളപ്പിക്കുന്നത് തന്നെയാണ് നല്ലത്. അതിനകത്ത് അങ്ങനെ അളപ്പിക്കുമ്പോൾ ഉള്ള ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉടമസ്ഥന് നിലവിലുള്ള ഉടമസ്ഥനും വാങ്ങുന്ന ആളും എല്ലാം കൂടെ പ്ലോട്ടിൽ ചെന്ന് നിൽക്കുന്നു. അപ്പൊ ഇതിന്റെ കറക്റ്റ് ബൗണ്ടറീസ് ഉടമസ്ഥന് അറിയാം. അപ്പൊ വാങ്ങുന്ന ആൾക്ക് ആ ഉടമസ്ഥൻ അത് കാണിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. അപ്പൊ ആ വസ്തുവിനകത്തുള്ള മതിലുകൾ ആരുടേതാണ്. ചില മതിലുകൾ കണ്ടറിയാൻ പറ്റും ആരുടെയാണെന്നും, ചിലത് അങ്ങനെ അറിയാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ ആ മതിലെല്ലാം ഇതിനകത്തുള്ളതാണ്. പിന്നെ അതിന് സർവേ കല്ലുകളുണ്ടെങ്കിൽ ആ സർവേ കല്ല് കാണിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കും. അയൽക്കാരെങ്കിലും എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ അതെല്ലാം അതിനോട് തീർക്കാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴായാലും വസ്തു അളന്ന് തന്നെ വാങ്ങണം. ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിലൊക്കെ അറിയാൻ കഴിയും. എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതിന് തർക്കങ്ങൾ എന്തെങ്കിലും അറിയാൻ പറ്റും. ഒരു സംശയമുണ്ട്, ഈ വസ്തു വാങ്ങി 6 മാസം കഴിയാതെ വിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ അത് മുമ്പ് അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. അത് വിൽക്കാൻ പറ്റില്ല എന്നല്ല, അത് ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ ഭയങ്കരമായിട്ടുള്ള കടന്നുകയറ്റം ഉണ്ടായിരുന്നു. അപ്പം അതിനെ തടയിടാൻ വേണ്ടി ഒരു മാർഗം അന്ന് കണ്ടുപിടിച്ചത് 6 മാസത്തിനുള്ളിൽ വസ്തു വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി എത്രയാണോ വരുന്നത് അതിൻ്റെ ഡബിൾ ഇടാമെന്ന് പറഞ്ഞുകൊണ്ടൊരു നിയമം കൊണ്ടുവന്നു. പക്ഷെ ഇപ്പം അതില്ല. നിയമം എടുത്ത് മാറ്റി. കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ച സമയത്ത് ആ നിയമം എടുത്ത് മാറ്റി. ഇപ്പം എഴുതാൻ പറ്റും, കുഴപ്പമില്ല. വിഷയം ഇല്ലല്ലോ. ഇപ്പൊ വിഷയം 6 മാസം ഇല്ല, എഴുതാൻ പറ്റും. പിന്നെ ഈ വിലയിലും വസ്തുവിന്റെ വില ഇപ്പം ഈ ബഡ്ജറ്റിൽ കൂട്ടിയതായിട്ട് അതെന്ന് വെച്ചാൽ ഫെയർ വാല്യൂ. സർക്കാരിന്റെ ഒരു ഫെയർ വാല്യൂ ഉണ്ട്. ഓരോ വസ്തുക്കളും നമ്മളിപ്പോ ഇരിക്കുന്ന വസ്തുവിനാണ് സർവേ നമ്പർ സബ് ഡിവിഷൻ ബേസിൽ ഫെയർ വാല്യൂ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഫെയർ വാല്യൂ ഇപ്പോഴത്തെ കഴിഞ്ഞ ബഡ്ജറ്റിൽ 20% വർദ്ധിപ്പിച്ചു. ഫെയർ വാല്യൂ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, അല്ല സ്റ്റാമ്പ് ഡ്യൂട്ടി ഒന്നും വർദ്ധിപ്പിച്ചിട്ടില്ല. അപ്പൊ അതനുസരിച്ച് പ്രമാണ ചെലവ് കൂടും. ഉദാഹരണം ഇപ്പൊ ഒരു 6-ന് 2 ലക്ഷം രൂപയായിരുന്നു നേരത്തെങ്കിൽ, അപ്പൊ അത് 20% വർദ്ധിപ്പിച്ചപ്പം 2,40,000 രൂപ ഒരു 6-ന് വില വരുന്നു. ഒരു 6 എന്ന് പറയുമ്പോൾ 2.5 സെന്റ് തയ്ച്ചില്ല, 470. 2 സെന്റ് 470 4 സെന്റ് അല്ല, ഒരു 6 എന്ന് പറയും. അതെ, മുമ്പത്തെ വില 20% കൂടെ ഇപ്പൊ കൂടുതൽ വയ്ക്കുന്നു. ഫെയർ വാല്യൂ കൂടി. അതെ, അപ്പൊ അതനുസരിച്ച് പ്രമാണ ചെലവ് സ്വാഭാവികമല്ലേ കൂടുമെന്നുള്ളത്. നമ്മളെ ഒരു സംശയമുണ്ട്, ഈ വസ്തു അളക്കാനായിട്ട് ഇപ്പം ആധുനികമായ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ ഈ ടോട്ടൽ സ്റ്റേഷനൊക്കെ ഉപയോഗിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് അവരുടെ സ്കെച്ച് വളരെ ആക്യുറേറ്റ് ആയിരിക്കും. പിന്നെ ചില അത് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ മെഷീൻ കൊണ്ടുവന്ന് അളക്കുന്നതാണ്. അതിന് എക്സ്പെൻസ് കൂടുതലാണ്. ഇപ്പം നമ്മളിപ്പം നിലവിൽ ഇവിടെയൊക്കെ തന്നെ സർവേയർമാർ ഇഷ്ടം പോലെ വസ്തു അളക്കുന്നവർ. പക്ഷെ എല്ലാവരും വസ്തു അളക്കുന്നെങ്കിലും അതിനകത്ത് മിസ്റ്റേക്കുകളുണ്ട്. അപ്പൊ അതില് ഈ റിട്ടയർഡ് സർവേയർമാരാകുമ്പോൾ അവർ ഈ വർക്ക് ചെയ്ത് ഇതേ ഫീൽഡിൽ വർക്ക് ചെയ്ത് അവർ നല്ല എക്സ്പേർട്ട് ആയതിനകത്ത്. അപ്പൊ അവരെ കൊണ്ടുവന്ന് ഇത് അളപ്പിച്ച് എടുക്കുമ്പോൾ ചുരുങ്ങിയ പൈസ കൊണ്ട് അളന്നെടുക്കാൻ പറ്റും. പക്ഷെ എന്നാൽ ടോട്ടൽ സ്റ്റേഷനും അല്ല അങ്ങനെയുള്ള മെഷീൻ സർവേ ആകുമ്പോഴേ വളരെ ആക്യുറേറ്റ് ആയിരിക്കും. അതിനകത്ത് തെറ്റുകൾ സംഭവിക്കാറില്ല. ഇപ്പൊ ഈ സർവേയർമാര് ചെയിൻ സർവേ ആണ്. പണ്ട് ചെയിൻ സർവേ ആയിരുന്നല്ലോ. അപ്പൊ അന്ന് ചെയിൻ വെച്ച് അളക്കുന്നു. പിന്നെ അത് ചെയിൻ ടേപ്പ്. ഇപ്പൊ അല്ല ഡിജിറ്റൽ സർവേ ഇല്ല ഇപ്പൊ കൂടുതൽ. പക്ഷെ അത് നമ്മളെ ഈ കൊച്ചു വസ്തുക്കൾ ഒരു 5 സെന്റ് ഒരാൾ വാങ്ങുന്നു. അപ്പൊ അതിന് വരെ കൊണ്ടുവരാൻ പറ്റത്തില്ല, എക്സ്പെൻസ് അല്ലേ. അതിന് ഈ റിട്ടയർഡ് സർവേയർമാരെ കൊണ്ടുവന്ന് അളപ്പിച്ച്. അല്ല, അവർക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത്? എക്സ്പീരിയൻസ് അവർക്ക് പറയുന്നത് റിട്ടയർഡ് സർവേയർമാർ അവര് സർവേ ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന് ഈ സകല ഭൂമികളും അളന്ന് അവർ അത്ര എക്സ്പെർട്ടാണ്. എന്ന് വെച്ചാൽ എന്ത് തടസ്സങ്ങളുണ്ട് അതിനകത്ത്. ബിൽഡിംഗ് ഈ വസ്തു അളവ് ബിൽഡിംഗ് നിൽക്കുന്നു, അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തടസ്സമായിട്ട് നിൽക്കുന്നു. ഇങ്ങനെയുള്ള തടസ്സങ്ങൾ വന്നാലും ഇതിന്റെ ആ അളവെടുക്കാനുള്ള മെത്തേഡുകളുണ്ട്. അത് വെച്ചുകൊണ്ട് ഇതിന്റെ ഡയഗണലൊക്കെ ഷേപ്പുകൾ വരുമ്പോൾ ഡയഗണൽ ഷേപ്പ് വരുമായിരിക്കും. അത് ശരിയാണ്. പിന്നെ ട്രയാങ്കിളുകൾ വരും. കാരണം ഒറ്റ വസ്തുക്കളും കറക്റ്റ് സ്ക്വയർ അല്ല. സ്ക്വയറോ റെക്ടാങ്കിളോ അല്ല. അത് ഈ ട്രയാങ്കിളൊക്കെയാണ് അവിടെ വെച്ച് തന്നെ അത് കറക്റ്റ് ചെയ്ത് വരച്ചുകൊണ്ട് ഇതിന്റെ ഡയഗണൽ ട്രയാങ്കിൾ ആക്കിക്കൊണ്ട് അവിടെ വെച്ച് കൃത്യമാക്കിയില്ലെങ്കിൽ മെഷർമെന്റ് അത് കറക്റ്റാണ്. അത് ശരിയാണ്. ഇത് ഈ മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുന്നതിന് പ്രമാണ ചെലവ് കുറവുണ്ടോ? മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുന്നതിന് പ്രമാണ ചെലവ് കുറവുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അല്ലാതെ പ്രമാണം ഒരു വിലയാധാരം എഴുതുന്നതിന് 8% പത്രവും 2% രജിസ്ട്രേഷൻ ഫീസും വേണം. പക്ഷെ അച്ഛനും അമ്മയും മക്കൾക്ക് കൊടുക്കുമ്പോഴും അല്ലെ ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുമ്പോഴോ തിരിച്ചൊക്കെ ആകുമ്പോൾ 0.2% മതി പത്രം. 0.2% പത്രം.
ഈ 8% സ്ഥാനത്ത് 0.2% മതി. അതുപോലെ രജിസ്ട്രേഷൻ ഫീസ് മറ്റേ 2% വേണമായിരുന്നു. ഇതാകുമ്പോൾ 1% മതി. 8% പൈസ. അപ്പൊ അതിനകത്ത് നല്ല കുറവുണ്ട്. ഈ സഹോദരന് സഹോദരിക്ക് കൊടുക്കുന്നതിന് സഹോദരി അങ്ങനെ തിരിച്ചായാലും ഈ പരിഗണന ഈ രക്തബന്ധം എന്നുള്ളത് ഭാര്യ ഭർത്താവ് എന്നൊക്കെയുള്ള ഫാമിലി റിലേറ്റീവ് ഫാമിലി അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റും.